system. We can't expect to get a complete cure within 2 weeks or 3 weeks. It takes a long time. That much time the body will take to reverse it. അത്രയേറെ സമയം എടുത്തിട്ടാണ് ബോഡി തിരിച്ച് ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. അത്രയും ടൈം നമ്മുടെ ബോഡിക്ക് വേണം. സോ സ്റ്റിൽ ദാറ്റ് ടൈം വി നീഡ് ടു ഫോളോ എ ഗുഡ് ലൈഫ് സ്റ്റൈൽ. നമ്മൾ അത്രയും നാൾ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോയേ പറ്റൂ. ഇഫ് യു വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡിസീസ്, ആ ഒരു അസുഖത്തിൽ നിന്ന് വിട്ട് മാറണമെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ കൊണ്ടുപോയേ പറ്റും. Okay, so this is what that means. Whenever we are diagnosed as diabetes, hypertension, cholesterol, we don't change our lifestyle, we just suppress it. വീണ്ടും നമ്മൾ മെഡിസിൻ എടുത്തിന് അതിനെ അടിച്ചമർത്തുകയാണ്. Then the body will change to next category, that is degenerative disease. വിനാശാത്മക രോഗങ്ങൾ. There is no cure in any system. ഏതൊരു സിസ്റ്റത്തിൽ പോയാലും അതിൽ ക്യൂർ ഇല്ല. Can you give example? ഏതൊക്കെയായിരിക്കും degenerative disease an example? Arthritis, Alzheimer and all. And we can't tell arthritis. It's like last stage of arthritis. Okay, like chronic kidney disease, chronic liver disease, chronic like cancer. All this comes means when we are means when we are having cancer, there is no complete cure in any system. Okay, we can just have a change in the initial stage. That all. നമുക്ക് ക്യാൻസറിന്റെ തുടക്കത്തിൽ നമുക്കൊന്ന് നല്ല ട്രീറ്റ്മെന്റ് എടുത്ത് നമുക്ക് മാറ്റാമെന്നല്ലാണ്ട് കംപ്ലീറ്റ് ക്യൂർ നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ്. So that is how the disease according to naturopathy. So according to naturopathy, accumulation of disease is a morbid matters is a disease. നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നതാണ് അസുഖം. So what will be the cure? എന്തായിരിക്കും ചികിത്സ? Elimination of toxic matter. ഈ toxic matter eliminate ചെയ്യാനുള്ളത്. That process is called detoxification. അതാണ് detoxification എന്ന് പറയുന്നത്. So during fasting period, our 4 cleansing channels will become very active. That is through urine. That's why you are drinking more water, more urine is passing out, so more toxins are eliminated. നല്ലോണം വെള്ളം കുടിക്കാൻ പറയുമ്പോൾ മൂത്രത്തിലൂടെ നല്ലോണം മാലിന്യങ്ങൾ പുറന്തള്ളി പോകുന്നു. You are sweating. നമ്മൾ വേർക്കുന്നുണ്ട്. So toxins are eliminated through sweating. ആ വേർപ്പിലൂടെ മാലിന്യങ്ങൾ പുറത്തള്ളി പോകുന്നുണ്ട്. And some people will have fever or cold, loose motion, everything going fasting. That means body is trying many ways to remove the toxin and keep it clean. Clean ആക്കി വെക്കാൻ വേണ്ടി ബോഡി കണ്ടെത്തുന്ന മാർഗങ്ങളാണ്. അപ്പോൾ ഫാസ്റ്റിങ്ങിൽ if you are getting loose motion, if you are getting fever, if you are getting cold, it's good. Let it come and go. അത് വന്നു പോയിക്കോട്ടെ. പെട്ടെന്ന് ശരീരം മാലിന്യങ്ങളെ പുറന്തള്ളാനുള്ള മാർഗം കണ്ടെത്തുന്നതാണ്. അത് വരുന്നാലും നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് ഫാസ്റ്റിംഗ് പീരിയഡ് ഇറ്റ്സ് എലിമിനേറ്റിംഗ് ഓൾ ദ ടോക്സിൻസ് ത്രൂ ദിസ് ക്ലെൻസിങ് ചാനൽസ്. ഈ 4 ക്ലെൻസിങ് ചാനൽസിലൂടെ മാലിന്യങ്ങളെ പുറന്തള്ളി ബോഡി വിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് detoxification, or we can tell that it is a homeostasis mechanism of your 4 cleansing channels. ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ക്ലെൻസിങ് ചാനൽസിന്റെ ആ ഒരു ബാലൻസ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. So that is what fasting does in your body. It's not given for weight reduction at all. നമ്മൾ ഒരിക്കലും വെയിറ്റ് കുറയാനല്ല ഫാസ്റ്റിങ്ങിലേക്ക് ഇടുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ ബോണസ് പോയിന്റ് വാട്ട് യു ആർ ഗെറ്റിംഗ്. നമുക്ക് കിട്ടുന്ന ഒരു ബോണസ് മാത്രമാണ് വെയിറ്റ് റിഡക്ഷൻ എന്നുള്ളത്. അല്ലാണ്ട് വെയിറ്റ് റിഡക്ഷന് വേണ്ടി അല്ല നമ്മൾ ഫാസ്റ്റിങ്ങിലേക്ക് ഇടുന്നത്. So this during the fasting period the cells will get keeping on repairing. നമ്മുടെ സെൽസ് റിപ്പയർ ആയിക്കൊണ്ടേയിരിക്കും. So initially, so during fasting actually in the first 12 hours the human growth hormone will be secreted in our body. It just increases its secretion so that the repairing will be very fast. നമ്മുടെ ബോഡിയിൽ ആദ്യത്തെ 8 തൊട്ട് 12 മണിക്കൂർ വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കൂടുന്നു, റിപ്പയറിംഗ് നമ്മുടെ ബോഡിയിൽ കൂടുന്നു. ദാറ്റ് ഈസ് എ ഹോർമോൺ വിച്ച് ഇസ് പ്രിവെന്റിംഗ് ദ ലോസ് ഓഫ് ദ ഹെൽത്തി മസിൽസ് ഡ്യൂറിംഗ് ഫാസ്റ്റിംഗ് പീരിയഡ്. Because during fasting there is no harm in the healthy muscle. Healthy musclesനൊന്നും ഒരു ഹാർമോ ഉണ്ടാക്കുന്നില്ല. അൺഹെൽത്തി ആയിട്ടുള്ള മസിൽസിനെ മാത്രമേ അത് എഫക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പീരീഡ് ഒന്നും സംഭവിക്കുന്നില്ല. Then it's been 18 hours this autophagy starts. 18 മണിക്കൂറായി ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ദാറ്റ് ഈസ് സ്റ്റാർട്ട് ക്ലെൻസിങ് ഇൻസൈഡ് ദ സെൽ. ആൻഡ് നൗ ഇറ്റ്സ് ബീൻ ലൈക്ക്